നമസ്കാരം. പയ്യും ചത്ത് മോരിന്റെ പുളിയും പോയി, എന്നിട്ടും ഷംസീറിക്കയുടെ മോങ്ങല് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരും തളിപ്പറമ്പിലും പാറിയോ? ഓഹോ, പാളി. തളിപ്പറമ്പ് എന്ന് പറഞ്ഞപ്പോ പാറിയതാണോ പാളിയതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഇക്കയ്ക്ക്. അങ്ങനെ തളിപ്പറമ്പ് പോയി. ബാക്കി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ആ പ്രതിരോധത്തിന് ഒരു ഊക്കുണ്ടായിരുന്നെങ്കിൽ 100 സീറ്റിന് മേളിൽ കേരളത്തിൽ നിന്ന് ചറ പറയെന്ന് കൊയ്തെടുത്തേനെ. ഏതായാലും തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ നല്ല ഊക്കോടെ പ്രതികരിച്ചു. പിന്നിക്ക പ്രസംഗത്തിന് വല്ലാതെ ഊക്ക് കൂട്ടണ്ട കേട്ടോ. തുപ്പല് പേമാരി പോലെ പെയ്തിറങ്ങുന്നു വായിന്ന്. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല. അയ്യപ്പ സംഗമവുമായോ അത് നടത്തിയ സർക്കാരുമായോ പിണറായി വിജയനുമായി പോലും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ ബോധിപ്പിച്ചു കൊള്ളുന്നു. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾ വിമർശനം നടത്തി. സ്വാമി ആദിത്യനാഥോ? അതാരാ? ഓ, യോഗി ആദിത്യനാഥ്. മൊത്തം പിശകാണല്ലോ ഇക്ക. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണോ സൂക്കേടുകളും പിടിപെടുന്നത്? ഇന്നലെ ബേബിച്ചായം പറഞ്ഞ ഒരു തലതിരിവ് ഇപ്പൊ വൻ വൈറലായിരിക്കുമല്ലേ. വിപരീതകാലേ വിനാശബുദ്ധി എന്ന്. വിപരീതകാലേ വിനാശബുദ്ധി എന്ന് പ്രസിദ്ധമായിട്ടൊരു ചൊല്ലുണ്ട്. അങ്ങേരുടെ തലതിരിവായി. അല്ലിക്ക, ഒരു സംശയം ചോദിക്കാൻ വിട്ടുപോയി. അയ്യപ്പ സംഗമം നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് നിങ്ങളെ എങ്ങനെയാ ബാധിച്ചത്? പിടിയില്ലല്ലേ. തൽക്കാലം ആവേശം കുറയ്ക്കണ്ട ഇക്ക, ബാക്കി എണ്ണിക്കും. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി. പരാജയത്തിന്റെ കാരണം നോക്കി ആദ്യം 2 പൊട്ടീര് കൊടുത്ത്, എന്നിട്ട് ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. ആരും വികാരഭരിതരായി കരഞ്ഞു പോവല്ലേ. തോറ്റാലും ജയിച്ചാലും ജനങ്ങളെ വെറുതെ വിടാത്ത പാർട്ടിയാ. ജനങ്ങൾക്കിടയിലാണ് അവര് കിടന്ന് പൂണ്ട് വിളയാടിയതും വിളയാടുന്നതും. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. എന്താ? രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. അറിയാം. പിണറായി വിജയനെ സാക്ഷി നിർത്തി ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മിന്നിച്ചേനേക്ക. കസേര കൈ കിട്ടിയ സമയത്ത് തെറ്റും തെറ്റിന്റെ അപ്പനും ചെയ്തു. അന്ന് മതിമറന്നുല്ലസിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് മറന്നുപോയി. അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ താഴെ ഇറങ്ങി നിലത്ത് കാലുകൾ ഉറപ്പിച്ചു വെച്ച് നടക്കാൻ ഒരു അവസരം തന്നത്. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. അയ്യോ, തെറ്റ് പറ്റിയത് ജനങ്ങൾക്കായിരുന്നു. ജനങ്ങൾ തന്നെ അത് തിരുത്തുകയും ചെയ്തു. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മകൾ തിരുത്തി വർദ്ധ വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. പോരായ്മകളെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെന്താ പറഞ്ഞത്? വിരോധിത വീര്യമോ എന്തൊക്കെയാണോ കിടന്ന് അലയ്ക്കുന്നത്. ഇപ്പൊ മധുവിധ കാലല്ലേ, പിള്ളേർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഭരിച്ച 10 വർഷവും മധുവിധു ആഘോഷിച്ച് തക്കാരവും വാങ്ങിച്ച് തകർത്ത പുയ്യാപ്പിളയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിക്ക? 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? അവിടെ ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് പോലെ ഇടം വലം നോക്കാതെ ഒരാളുടെ പേര് മാത്രം ഉരുവിടുകയല്ലല്ലോ എല്ലാ പ്രസ്ഥാനങ്ങളും. ഒരു വിഗ്രഹത്തെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ടല്ലല്ലോ അവരൊന്നും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പല ആളുകളെ പരിഗണിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തു എന്ന് വരും. ഏതായാലും നിങ്ങളെ 35 നാട്ടുകാർ ഒതുക്കിയത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് 4 കുശുമ്പ് പറയാനെങ്കിലും പറ്റുന്നില്ലേ? സമാധാനിക്ക്. അല്ല, നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാ? എത്ര സമയം എടുത്താ? ആ സ്ഥാനത്തേക്ക് പോലും മറ്റൊരാളെ പരിഗണിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയോ? പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ CPM-നെ നയിച്ച് സമ്പൂർണ്ണ പരാജയം നേടിക്കൊടുത്ത 2 പേരെയല്ലേ ഇപ്പോഴും പാർട്ടി സ്ഥാനങ്ങളിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തർക്കം കാരണം മാസം 3 ആയിട്ടും ഒരു പ്രതിപക്ഷ ഉപനേതാവിനെ യോഗം ചേർന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് സാധിച്ചോ? സാധിച്ചില്ല. മൈക്ക് കാണുമ്പോൾ പരിസരബോധം നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലിക്ക. നാട്ടുകാർക്ക് കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയുണ്ട്, വ്യക്തതയുണ്ട് കേട്ടോ. 3 പേരല്ലേ മത്സരിച്ചത്? അവസാനം ചെന്നിത്തലനെ തൂഫാനാക്കി വിട്ടു. തൂഫാനെ പുച്ഛിക്കാൻ കേരളത്തിൽ ഫിറ്റ് ആയിട്ടുള്ള കുറച്ചാളുകൾ നിങ്ങൾ മാത്രമാണിക്ക. നിങ്ങൾക്കേ അതിന് പറ്റുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലഹരി വ്യാപനം ചെന്നിത്തലയുടെ ഒരൊറ്റ തൂഫാനിൽ തകർന്നടിയുന്ന കാഴ്ച കാണുമ്പോഴേ ദുഃഖം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. 2 മാസം കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പോൾ എന്താണ് കേരളത്തിന്റെ സ്ഥിതി?
10 വർഷത്തെ കണക്ക് നോക്കണ്ട, 2 മാസത്തെ കണക്ക് നോക്കി കേരളത്തിന്റെ സ്ഥിതി ഞങ്ങൾ വിലയിരുത്തണം അല്ലേ? ഇരുത്താം, ഇനിയും വീട്ടിലിരുത്താം കേട്ടാ. കേരളത്തെ മൊത്തത്തിൽ കൊള്ളയടിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സ്വന്തം ആളുകളെ തിരികെ കയറ്റി. അങ്ങനെ കയറ്റിയവന്മാര് സകല അസന്മാർഗിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. സർക്കാർ എല്ലാത്തിനും ഒത്താശ ചെയ്ത് കണ്ണു അടച്ചിരുന്നു. കേരളത്തെ ദ്രവിച്ച അവസ്ഥയിൽ എത്തിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടും പ്രസംഗം, ഇടുപ്പിന് കയ്യും കൊടുത്ത ഒരു ആക്ഷൻ സോങ് നടത്തിയ വലിയ ഹീറോ ആകുമെന്ന് പറഞ്ഞ് ആരോ പാവത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിരിക്കുക കേട്ടോ. അല്ല, പ്രസംഗം നിർത്തിപ്പോയോ? പരാജയത്തിന്റെ കാരണങ്ങളുടെ കൂട്ടത്തിൽ വീണ ചേച്ചിയുടെ പെടലിക്കഥ പറഞ്ഞില്ല, ഇക്കയുടെ അതിലെ റോളും പറഞ്ഞില്ല. വലിയ റോളല്ലായിരുന്നോ? ഒന്നിൻ്റെയും ക്രെഡിറ്റ് എടുക്കുന്നത് ഷംസീർക്കയ്ക്ക് ഇഷ്ടമല്ല കേട്ടാ. പിന്നെ ഇനി അടുത്ത തോൽവി കഴിയുമ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് തെറ്റിപ്പോയി എന്ന് എണ്ണുന്നത് നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും. അതും കൂടെ പറഞ്ഞേക്കാം. പിന്നൊരു കാര്യം, ഗതികെട്ടവന്റെ വിലാപം എന്ന രീതിയിൽ നമ്മൾ ഈ വക പ്രസംഗങ്ങളെയൊക്കെ പരിഗണിച്ചാൽ മതി കേട്ടോ. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് പുള്ളിക്കാരൻ ഗദ്ഗദിക്കുന്നത്. പിണറായിയുടെ പൃഷ്ഠം താങ്ങി താങ്ങി ഈ പരുവത്തിലായി. എന്നിട്ടും വീണ്ടും മറ്റുള്ള പാർട്ടികളിൽ എന്ത് സംഭവിക്കുന്നു എന്നാ ചിന്തിച്ച് ബേജാറാവുന്നത്. ഇത് അവസാനിപ്പിക്കാനൊന്നും തോന്നുന്നില്ലേ ഇക്ക? ഇല്ലല്ലേ? തെറ്റ് ചെയ്യുകയും അത് തിരുത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. ഇപ്പൊ തിരുത്തലിന്റെ സീസണാണ്. ഇനി അടുത്ത് തെറ്റുകൾ വീണ്ടും ചെയ്യും, പിന്നീട് അത് വീണ്ടും തിരുത്തും. അങ്ങനെ കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്തമില്ലാത്തൊരഴത്തിലേക്കിതാ ഹന്ത താഴുന്നു കഷ്ടം.